നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നാളെ കളിക്കാനിറങ്ങുകയാണ് പരാഗ്വയ്ക്കെതിരെ. നാളെ എന്ന് നമ്മൾ പറയുന്നത് ബ്രസീലിലെ സമയം വെച്ചാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെയാണ് ആ കളി. ഈ കളിക്ക് മുന്നോടിയായിട്ട് കാസമിറോ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ നെയ്മർ ജൂനിയറെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. നെയ്മറുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കാസമിറോ പറഞ്ഞ വാക്കുകൾ നോക്കുക. എന്താണ് ഇപ്പോൾ ഞാൻ നെയ്മറെക്കുറിച്ച് നിങ്ങളോട് പറയുക? അവനൊരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയറാണ്. എൻ്റെ ഫുട്ബോൾ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ള ടോപ്പ് 3 പ്ലെയേഴ്സിൽ ഒരാളാണ് നെയ്മർ. നെയ്മറും ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയുമാണ് ഞാൻ കണ്ട ഏറ്റവും മികച്ച 3 താരങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം അവന് ഇനി ഗുഡ് ഫിസിക്കൽ ഷേപ്പിലേക്ക് മാറേണ്ടതുണ്ട് എന്ന്. അവൻ ഗുഡ് ഫിസിക്കൽ ഷേപ്പിലേക്ക് എത്തിയാൽ മറ്റുള്ളവരെക്കാൾ ഏറെ ബെസ്റ്റായിട്ട് അവൻ മാറും. ബൈ ഫാർ അവനായിരിക്കും ബെസ്റ്റ്. കോച്ച് ആ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നെയ്മറാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവൻ ഗുഡ് ഫിസിക്കൽ ഷേപ്പിലേക്ക് വരണം, വീണ്ടും ഹാപ്പി ആയിട്ട് മാറണം. തീർച്ചയായിട്ടും ദേശീയ ടീമിന് അവന് വേണം. ഏത് ക്ലബിലോ ആവട്ടെ, ലോകത്തെ ഏത് ക്ലബ്ബോ ആവട്ടെ, അവനെ ആഗ്രഹിക്കാത്ത ക്ലബ്ബുണ്ടാവില്ല. പക്ഷേ അവൻ ഗുഡ് ഫിസിക്കൽ കണ്ടീഷനിലും മെൻ്റൽ ഷേപ്പിലുമായി മാറേണ്ടതുണ്ട്. ഇവൻ മറ്റെല്ലാവരേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കളിക്കാരനാണ്. അവൻ്റെ ആ ക്വാളിറ്റീസ് നമുക്ക് ആവശ്യമാണ്. അവൻ ടീമിലുണ്ടെങ്കിൽ ഹ്യൂജ് ഡിഫറൻസ് അവൻ ഉണ്ടാക്കും. മറ്റൊരു വേൾഡിൽ നിന്നുള്ള താരമാണ് നെയ്മർ ജൂനിയർ എന്ന് തന്നെ പറയുന്നു കാസമിറോ. കാസമിറോ പറഞ്ഞ പോലെ അവന് ബ്രസീൽ ടീമിന് ആവശ്യമുണ്ട്. അതിന് വേണ്ടത് നല്ല ഫിസിക്കൽ കണ്ടീഷനിലേക്കും മെൻ്റൽ കണ്ടീഷനിലേക്കും നെയ്മർ ജൂനിയർ മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറിയാൽ നെയ്മറെ തടയാൻ ഫുട്ബോൾ ലോകത്തെ ഏത് കൊടികെട്ടിയ വമ്പൻ ഡിഫൻഡർക്കും കഴിയില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതുമാണ്. ആ ക്വാളിറ്റിയുള്ളൊരു താരത്തെ ബ്രസീലിന് എന്തായാലും ആവശ്യമുണ്ട്. ശക്തമായി നെയ്മർ ജൂനിയർക്ക് തിരികെ വരാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.